നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്നതായിരുന്നു 6ാമത് ജില്ലാ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. സംസ്ഥാന പുരുഷ വനിതാ ഇന്റർ ക്ലബ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴയിൽ തുടക്കമായി. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ, ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 50,000 രൂപ ചെലവിലാണ് പ്രൊജക്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. തരിശുകിടന്ന പറമ്പിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ച ഒരു സംഘം യുവാക്കൾ രംഗത്ത്. സലാം MLA തൈനടിയിൽ കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്നതായിരുന്നു 6ാമത് ജില്ലാ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. ആലപ്പുഴ NGO യൂണിയൻ ഹാളിലായിരുന്നു സമ്മേളനം. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്ന മുദ്രാവാക്യമുയർത്തി കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 6ാമത് ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. ദിവസം തൊഴിൽ കൊടുക്കാൻ പറ്റുക, ആദ്യത്തെ പരിമിതപ്പെടുത്തി കേവലം 10, 20, 25 ദിവസം മാത്രം തൊഴിൽ കിട്ടുന്ന രൂപത്തിലേക്ക് ആ പദ്ധതി എത്തി. അതാണല്ലോ ഏറ്റവും ഇന്ന് ഇന്ത്യ രാജ്യത്ത് പട്ടിണിക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ പട്ടിണി കിടന്ന് മരിക്കാതെ ജീവിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ പണം കൊണ്ടാണ് ചിലരും ജീവിച്ചു പോകുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുടെ നാടാണ് നമ്മുടെ. നമുക്ക് പുറത്ത് ആരുമില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളൊന്നുമാണ്. ആ ജനസംഖ്യയുള്ള രാജ്യത്ത് നമ്മളിന്ന് 127 രാജ്യങ്ങളിൽ 105ാം സ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ പട്ടിണി എന്തുമാത്രമാണ്, ദാരിദ്ര്യം എന്തുമാത്രമാണ്. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അമ്പിളിക്കല സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. KRTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി ധന്യമോൾ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ഉപാധ്യക്ഷ ജിലിമോൾ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന ഉപാധ്യക്ഷ ജസിയം ആന്റണി, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം C ജ്യോതികുമാർ, KSTA ജില്ലാ സെക്രട്ടറി PD ജോഷി, DYFI ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവൽ, AP സിജിൻ, ജെസി തുടങ്ങിയവർ സംസാരിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി AK ബീന സ്വാഗതവും ജില്ലാ ട്രഷറർ ബിൻസി എലിസബത്ത് നന്ദിയും പറഞ്ഞു. സംസ്ഥാന പുരുഷ വനിതാ ഇന്റർ ക്ലബ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴയിൽ തുടക്കമായി. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ, ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. KR സ്വാമി, R രാധാകൃഷ്ണൻ എന്നിവരുടെ സ്മരണാർത്ഥം നടത്തുന്ന സംസ്ഥാന വനിതാ പുരുഷ വിഭാഗം ഇന്റർ ക്ലബ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴയിൽ തുടക്കമായി. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ, ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ TV സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഈ മാസം 29 വൈകിട്ട് നടക്കുന്ന സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിജയികൾക്കുള്ള മെഡലുകളുടെ വിതരണവും PP ചിത്തരഞ്ജൻ MLA നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയാകും. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് CS ഷൈജു സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. വയലാർ രാമവർമ്മ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി വാർഷികം ആചരിച്ചു. സലാം MLA വാർഷികാഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വയലാർ രാമവർമ്മ ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി വാർഷികം ആചരിച്ചു. കുമാരനാശാന്റെ ജീവിതമായും കാവ്യസൃഷ്ടികളുമായി ബന്ധപ്പെട്ട് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും ചണ്ടാല ഭിക്ഷുവിയുടെ വർത്തമാനകാല വായന എന്ന വിഷയത്തിൽ ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുമാരനാശാൻ ഓരോ കൃതികളിലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാമൂഹികമായ പ്രത്യേകതയുള്ള ഒന്നാണ് എന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് മാറി നിന്നിട്ടുള്ള കൃതി പലപ്പോഴും കുമാരനാശാനെ കാണാൻ പറ്റില്ല.
പല പഴയ സാഹിത്യകാരന്മാരുടെ കൃതികൾ നമ്മൾ വായിച്ചാലും കാണുന്ന പ്രത്യേകത അതേപോലെ സമൂഹവുമായി വല്ലാത്തൊരു ബന്ധം നീക്കുന്ന സാഹിത്യ സൃഷ്ടികളാണ് എന്നതാണ്. അവരെല്ലാം ജീവിച്ച ഒരു കാലത്ത് സമൂഹത്തിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കാവ്യമായി നോവലെങ്ങനെയൊക്കെയാണ് ആശാന്റെ കൃതികൾ നോക്കിയാലും തലയുടെ നോവലുകൾ വായിച്ചാലും ചങ്ങമ്പുഴയുടെ കൃതികൾ വായിച്ചാൽ ഏത് നിലയിൽ ആ കാലഘട്ടത്തിലെല്ലാം നമുക്ക് ഇത് കാണാൻ പറ്റും. കപ്പക്കട PKC സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വി ഉപേന്ദ്രൻ അധ്യക്ഷനായി. എ ഓമനക്കുട്ടൻ, പുന്നപ്ര ജ്യോതികുമാർ, ആർ രാജിമോൻ, ലക്ഷ്മി തോട്ടപ്പള്ളി, അമലേന്ദു എന്നിവർ സംസാരിച്ചു. കെ മോഹൻകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 50,000 രൂപ ചെലവിലാണ് പ്രൊജക്ടർ സ്ഥാപിച്ചത്. എച്ച്. MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 50,000 രൂപ ചെലവിലാണ് ഇവിടെ പ്രൊജക്ടർ സ്ഥാപിച്ചത്. ഗ്രന്ഥശാലയും കരുമാടി കുട്ടൻ സാംസ്കാരിക വേദിയും സംയുക്തമായി കഥാകാവ്യ സദസ്സും ചടങ്ങിന്റെ ഭാഗമായി നടത്തി. പ്രൊജക്ടറിന്റെ സ്വിച്ച് ഓൺ കർമ്മവും കഥാകാവ്യ സദസ്സിന്റെ ഉദ്ഘാടനവും എച്ച്. MLA നിർവഹിച്ചു. സമൂഹത്തെ പിറകോട്ട് കൊണ്ടുപോകുന്ന എല്ലാ അന്തരീക്ഷങ്ങളെയും തോൽപ്പിച്ച സമൂഹമാണ് കേരളം. ജാതിപരമായ പിന്തുണകളുടെയും അടിച്ചമർത്തലിന്റെയും ഭാഗമായ രീതികൾ ഈ സമൂഹത്തിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. നാടുവാഴി വ്യവസ്ഥകളുടേതായിട്ടുള്ള അന്തരീക്ഷം ഈ കേരളത്തിലുണ്ടായിരുന്നു. ജാതിയിൽ പിന്നോക്കമായി എന്ന കാരണത്താൽ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പൊതുവഴിയിൽ പോലും സഞ്ചരിക്കാൻ കഴിയാത്ത വിധം, അറിവ് കേൾക്കാൻ പോലും കഴിയാത്ത നിലയിലെല്ലാം ഒരുപാട് ദൂരേക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനസമൂഹമായിരുന്നു കേരളത്തിലെ സമൂഹം. ഇഷ്ടപ്പെട്ട ദൈവത്തെ ആരാധിക്കാൻ അവകാശമില്ലാത്തൊരു സമൂഹം കേരളത്തിലുണ്ടായിരുന്നു. അതെല്ലാം എങ്ങനെ മാറിയെന്ന് ഈ ആധുനികമായ കാലത്ത് നമ്മൾ ചിന്തിക്കുകയും നമ്മുടെ ഈ സമൂഹത്തോട് ഉറക്കെ ആ ചരിത്രമൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലമാണ്. ഇതെല്ലാം മറന്നു വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പോലെ സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് അത്തരമൊരു അന്തരീക്ഷം പടിയകറ്റാൻ ഈ നാട്ടിൽ പൊരുതിയ ഒരു വലിയ ജനസമൂഹമാണ് നമ്മുടെ മുൻ തലമുറക്കാർ എന്ന് പറയുന്നത്. നവോത്ഥാന നായകരും കേരളത്തിലെ പൊതുവായ സമൂഹവും തുടർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും. ഗ്രന്ഥശാല പ്രസിഡന്റ് C. ശൈലേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ, CPIM അമ്പലപ്പുഴ കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി G. ഷിബു, താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് NS ഗോപാലകൃഷ്ണൻ, ശാലിനി തോട്ടപ്പള്ളി, B. ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. ഷാജി കരുമാടി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. തരിശ് കിടക്കുന്ന പറമ്പിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ച ഒരു സംഘം യുവാക്കൾ രംഗത്ത്. എച്ച്. MLA തൈനടിയൽ കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തരിശ് കിടന്ന പറമ്പിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ച് ഒരു സംഘം യുവാക്കൾ രംഗത്ത്. പുന്നപ്ര തെക്ക് പഞ്ചായത്ത് കളരി ക്ഷേത്രത്തിന് കിഴക്ക് ഉറവാശ്ശേരി പുരയിടത്തിലാണ് ഒരു സംഘം യുവാക്കളുടെ കൂട്ടായ്മയായ സഹയാത്ര എന്ന സംഘടന തണ്ണിമത്തൻ കൃഷി ആരംഭിച്ചത്. എച്ച്. MLA തൈനടിയിൽ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, അംഗം റംല ഷിഹാബുദ്ദീൻ, സഹയാത്ര പ്രസിഡന്റ് R. രാജിമോൻ, വൈസ് പ്രസിഡന്റ് ബാബു, ട്രഷറർ ബിജു തോമസ്, അംഗങ്ങളായ ഷോണി കുര്യൻ, ഷിഹാബ്, CV അനിയൻകുഞ്ഞ്, P. സുരേന്ദ്രൻപിള്ള, കൃഷി ഓഫീസർ നീരജ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാടാം, ഭിന്നശേഷി സൗഹൃദ നവകേരളത്തിനായി അണിചേരാം എന്നതായിരുന്നു 6ാമത് ജില്ലാ സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. സംസ്ഥാന പുരുഷ വനിതാ ഇന്റർ ക്ലബ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴയിൽ തുടക്കമായി. കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ, ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത്. കരുമാടി KK കുഞ്ചുപിള്ള സ്മാരക ഗ്രന്ഥശാലയ്ക്ക് നൽകിയ LCD പ്രൊജക്ടറിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. 50,000 രൂപ ചെലവിലാണ് പ്രൊജക്ടർ സ്ഥാപിച്ചിരിക്കുന്നത്. തരിശ് കിടന്ന പറമ്പിൽ തണ്ണിമത്തൻ കൃഷി ആരംഭിച്ച ഒരു സംഘം യുവാക്കൾ രംഗത്ത്. എച്ച്. MLA തൈനടിയൽ കർമ്മത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.